ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളിന്ന് ചെലങ്കയുടെ ബീഡ്സ് വെച്ചിട്ട് ഒരു കുഞ്ഞൊരു മാലയാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്, ഒരു ത്രെഡിൻ്റെ മാലയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സാറ്റിൻ്റെ ഒരു കോഡ് നമ്മളൊരു ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നൂലാണ് ഇരിക്കുന്നതെങ്കിൽ മീൻസ് എംബ്രോയ്ഡറിയുടെ കറുത്ത ചരടിലാണ് നമ്മളിത് ചെയ്യുന്നത്. കറുത്ത സാറ്റിൻ കോഡിലാണ് ചെയ്യുന്നത്, എങ്കിലേ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കറുത്ത എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് കട്ടിക്ക് നമ്മൾ എടുക്കണം. എംബ്രോയ്ഡറി ത്രെഡ് ആണെങ്കിൽ ഈ ഒരു സാറ്റിൻ കോഡാണെങ്കിൽ ഒരെണ്ണം എങ്ങാനും എടുത്താൽ മതി, കാരണം കുറച്ച് നല്ല കട്ടിയുള്ള കോഡാണിത്. എന്നിട്ട് ഞാൻ ഇതുപോലെ കോട്ടൻ്റെ ബീഡ്സ് മീൻസ് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ള കോട്ടൻ്റെ ബീഡ്സ് ഞാൻ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്, ഇതുപോലെ കയറ്റി കൊടുക്കുന്നുണ്ട്, കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡ് ജസ്റ്റ് ഒന്ന് അറ്റം ഒന്ന് കടുങ്കട്ടിട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിങ്ങനെ ഇങ്ങനെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ നടുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കടുങ്കട്ടിട്ട് കൊടുക്കുന്നത്. ഒരു 2-3 തവണയെങ്കിലും നമ്മളിത് കെട്ടിട്ട് കൊടുക്കണം. ഈ ഒരു കോട്ടൺ ബീഡ്സിൻ്റെ ഹോളെന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് വലുതാണ്. അപ്പോൾ ആ വലിപ്പത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ കടുങ്കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങളങ്ങ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ കടുങ്കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ആ ഒരു ബീഡ്സ് അതിനകത്തോട്ട് ഇറക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ഇരുന്നോളും. ഇനി നമുക്ക് ചെലങ്കയുടെ കുറച്ച് ബീഡ്സ് ഉണ്ട്. നമ്മൾ ചെലങ്കയുണ്ടല്ലോ, ഈ കാലിൽ കെട്ടുന്ന ചെലങ്കയുടെ കുറച്ച് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ മോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചെലങ്കയുടെ ബീഡ്സ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ചെലങ്കയുടെ ബീഡ്സ് എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതൽ 10-12 ബീഡ്സ് എങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് ആ ഒരു മാലയുടെ ഭംഗിയും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒത്തിരി കൂടാൻ പാടില്ല, എങ്കിലും ഒരു 10-12-15 എണ്ണമെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നമുക്കൊരു ഭംഗി നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാലയാണ്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാലയാണ്. അപ്പം നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചിലങ്കയുടെ ബീഡ്സ് കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ബീഡ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം അത്രയും മാത്രമേ സ്റ്റോക്കായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കോട്ടൻ്റെ ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ കോട്ടൻ്റെ എംബ്രോയ്ഡറി ത്രെഡ് ചുറ്റിയിട്ടുള്ള ആ ഒരു ബീഡാണ് കൊടുത്തിരിക്കുന്നത്. കോട്ടൺ ബീഡ്സിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല, വിലക്കുറവാണ് കോട്ടൺ ബീഡ്സിനൊക്കെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കോട്ടൺ ബീഡ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡും ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ കുറച്ച് വലിയ കെട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളങ്ങനെ തിങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം വളരെ സിമ്പിളല്ലേ ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം കൂടിയാണ്. കാരണം ഈ ഒരൊറ്റ മാല നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് സാരിയുടെ കൂടോ അല്ലെങ്കിൽ മറ്റ് ടോപ്സിൻ്റെ കൂടെയൊക്കെ മറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ബ്ലാക്ക് കളറോട് ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കയ്യിലുള്ളവരൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ടുള്ളൊരു മാലയാണിത്. അപ്പം നമ്മളിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുറവശം ഒന്നെങ്കിൽ നമുക്കിത് ചോക്കറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുറവശം കെട്ടിയിടേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോങ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ പുറവശം ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടിട്ട് നമുക്ക് ലോങ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ പുറവശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞാൻ ലോങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ചോക്കറായിട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ലോങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പുറവശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ളവരൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മാലയാണിത്, ഒരു ഹാൻഡ് മെയ്ഡ് നെക്ക് പീസാണ്. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ നമ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.